നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കും ഇന്ത്യയുടെ എല്ലാ അവസരങ്ങളും കഴിഞ്ഞോ, ഇന്ത്യ പുറത്തായോ എന്ന്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ സ്റ്റിൽ ഇന്ത്യ പുറത്തായിട്ടില്ല വേൾഡ് കപ്പ് ക്വാളിഫയർ 2026 എന്ന് തന്നെ പറയണം. അങ്ങനെ പറയാനുള്ള കാരണം അടുത്ത മാച്ച് ഇന്ത്യ ഖത്തറിനെതിരെ വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ സാധിക്കും. ഇനിയല്ല ഖത്തറിനെതിരെ ഒരു സമനില പിടിച്ചെന്ന് വെക്കുക, അടുത്ത അഫ്ഗാൻ കുവൈറ്റ് മാച്ച് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ആ ഒരു മാച്ച് സമനിലയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കയറാൻ സാധിക്കും. എന്തായാലും ഇങ്ങനെയൊക്കെ നടന്ന ഉറപ്പായിട്ടും ഇന്ത്യക്ക് ഇനിയും അവസരങ്ങൾ ഉണ്ട് എന്ന് തന്നെ പറയാം. നമുക്കിപ്പോൾ ഉള്ള ആകെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഖത്തർ അവരുടെ യങ് ടീമുമായിട്ടാണ് കളത്തിലേക്ക് ഇറങ്ങുന്നത്. അതായത് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത പ്ലേയേഴ്സാണ്. സോ ഈ ഒരു പ്ലേയേഴ്സിന് അത്യാവശ്യം വലിയ ക്വാളിറ്റി ഇല്ലെങ്കിൽ അത് ഖത്തറിന് തലവേദനയാകും. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സിനെ തന്നെയാണ് ടീമിലേക്ക് എടുത്തേക്കുന്നത്. ഇത് ഇന്ത്യക്ക് മുതലെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു മാച്ച് വിജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ സാധ്യതകളൊന്നും തന്നെ ഇല്ല. 99% സാധ്യത പരാജയപ്പെടാൻ തന്നെയാണ്. എന്തായാലും ആ ഒരു 1% സാധ്യത നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് എടുക്കാം. പക്ഷേ ഈ ഒരു കളി നമ്മൾ പരാജയപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ സമനില വരികയാണെങ്കിൽ, ആ ഒരു മാച്ച് സമനിലയാകുകയെന്ന് വെക്കുക, അടുത്ത അഫ്ഗാൻ അതുപോലെ തന്നെ കുവൈറ്റ് മാച്ച്, ആ ഒരു മാച്ച് സമനിലയായി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കയറാൻ സാധിക്കും. എന്തായാലും സാധ്യതകൾ സ്റ്റിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ എല്ലാ പ്രതീക്ഷ ഒരു 11-ാം തീയതിയിലേക്ക് മാറ്റിവെക്കാം എന്ന് തന്നെ പറയാം.